ഈയൊരു സാഹചര്യത്തിൽ ഒന്നും രണ്ടും പറഞ്ഞ് ജനങ്ങൾക്കിടയിൽ ഭിന്നിപ്പുണ്ടാക്കുന്നവരോട് പുച്ഛം മാത്രം. സാഹചര്യം നോക്കാതെ കാല് വാരുന്നവർക്ക് ഭാവിയിൽ പ്രതിപക്ഷത്ത് പോലും സ്ഥാനമുണ്ടായില്ല എന്ന് വരും. ഈ കഴിഞ്ഞ 2 ദിവസം എൽഡിഎഫിന്റെയും യുഡിഎഫിന്റെയും സൈബർ പോരാളികൾ സോഷ്യൽ മീഡിയ ഓട്ടിച്ചത് ഈ അമ്മച്ചിയെ വെച്ചായിരുന്നു. കഴിഞ്ഞ ദിവസങ്ങളിൽ പെയ്ത മഴയുമായി ബന്ധപ്പെട്ടുണ്ടായ നാശനഷ്ടങ്ങളെക്കുറിച്ച് ഒരു നാട്ടുകാരി എന്ന രീതിയിൽ അമ്മച്ചിയോട് അഭിപ്രായങ്ങൾ ചോദിക്കാൻ മാധ്യമങ്ങൾ എത്തി. അതുമായി ബന്ധപ്പെട്ട് മാധ്യമങ്ങൾ 3 തവണ പോയപ്പോൾ 3 തരം അഭിപ്രായങ്ങളാണ് അമ്മച്ചി പറഞ്ഞത്. അത് 3ഉം കണ്ടവരുമുണ്ടാകാം. അതിലേതെങ്കിലും 1 കണ്ടവരുണ്ടാകാം. 1ഉം 2ഉം മാത്രം കണ്ടവരുണ്ടാകാം. അങ്ങനെ പലതരം ആൾക്കാർ നമുക്കിടയിൽ ഉണ്ടാവാം. ആദ്യം പറഞ്ഞത് 2018-ലെ വെള്ളപ്പൊക്കവുമായി ബന്ധപ്പെട്ട് ആ സമയത്തെ സർക്കാരിന്റെ പ്രവർത്തനം നന്നായിരുന്നുവെന്നും ഇപ്പോഴുള്ള സർക്കാരിന്റെ പ്രവർത്തനം മോശമാണെന്നുള്ള രീതിയിലുമായിരുന്നു. എന്നാൽ പിന്നീട് പറഞ്ഞത് അത് താൻ സ്വയം പറഞ്ഞതല്ല എന്നും പ്രദേശത്തെ സിപിഎമ്മുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ഒരാൾ തന്നെക്കൊണ്ട് പറയിപ്പിച്ചതാണ് എന്ന രീതിയിലായിരുന്നു. അതിനുശേഷം വീണ്ടും എൽഡിഎഫിന് അനുകൂലമാകുന്ന രീതിയിൽ 2018-ലെ സർക്കാരിന്റെ പ്രവർത്തനത്തെ പുകഴ്ത്തിക്കൊണ്ട് ഉമ്മച്ചി വീണ്ടും സംസാരിക്കുകയുണ്ടായി. സംഭവം ഇത്രയേ ഉള്ളൂ. എൽഡിഎഫ്, യുഡിഎഫ് അനുകൂലികൾ പഴയ സർക്കാരിനെയും പുതിയ സർക്കാരിനെയും തമ്മിൽ കമ്പയർ ചെയ്യുന്ന ഒരു മത്സരത്തിലാണ്. അതിന് ഉപയോഗിക്കാൻ പറ്റുന്ന വിധത്തിൽ വീണ് കിട്ടിയതായിരുന്നു ഈ സ്ത്രീ പറഞ്ഞ അഭിപ്രായങ്ങൾ. ഈ പറഞ്ഞ കാര്യങ്ങളിൽ ഏതാണ് പുള്ളിക്കാരി ആത്മാർത്ഥമായി പറയുന്നതെന്ന് പോലും ആർക്കും അറിയില്ല. അതൊരു നിഷ്കളങ്കയായ സ്ത്രീയാണെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. മക്കളുടെ പ്രായമുള്ളവരോടൊക്കെ ഒരു കുശലം പറയുന്ന രീതിയിലൊക്കെ ആവും പറഞ്ഞിട്ടുണ്ടാവുക. അത് സോഷ്യൽ മീഡിയയിൽ ഉണ്ടാക്കാൻ സാധ്യതയുള്ള ഇമ്പാക്റ്റിനെ കുറിച്ചൊന്നും പുള്ളിക്കാരിക്കറിയാൻ സാധ്യതയില്ല. എന്തായാലും പഴയ സർക്കാരിന്റെയും പുതിയ സർക്കാരിന്റെയും പ്രവർത്തനങ്ങളെ ചൊല്ലിയുള്ള ഫൈറ്റാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ഈയൊരു സാഹചര്യത്തിൽ ഒന്നും രണ്ടും പറഞ്ഞ് ജനങ്ങൾക്കിടയിൽ ഭിന്നിപ്പുണ്ടാക്കുന്നവരോട് പുച്ഛം മാത്രം. 2018-ൽ പ്രളയമുണ്ടായപ്പോൾ അന്നത്തെ സർക്കാരിന്റെ പ്രവർത്തനം മികച്ചതായിരുന്നെങ്കിൽ അത് വളരെ നല്ല കാര്യം. അന്നത്തെ പ്രവർത്തനങ്ങൾ ജനങ്ങളോടുള്ള ആത്മാർത്ഥത കൊണ്ട് ആയിരുന്നെങ്കിൽ ഇന്നത്തെ സർക്കാരിന് പൂർണ്ണ പിന്തുണ നൽകുകയാണ് വേണ്ടത്. അല്ലാതെ ഇന്ന് ഭരിക്കുന്നവർ ഒന്നിനും കൊള്ളാത്തവരെന്ന് വരുത്തി തീർക്കുകയല്ല വേണ്ടത്. അങ്ങനൊക്കെ അവകാശവാദം ഉന്നയിക്കുമ്പോൾ രാഷ്ട്രീയമായ നേട്ടമുണ്ടായേക്കാം. അല്ലാതെ പൊതുജനത്തിന് ഒരു ഉപയോഗവുമില്ല. വീട്ടുമുറ്റത്ത് വെള്ളം ഒഴുകിയെത്തുമ്പോൾ ഞങ്ങൾക്ക് കാവലായി സർക്കാരുണ്ടെന്ന് പ്രതീക്ഷയുണ്ട് ജനങ്ങൾക്ക്. അത് ഏതു പാർട്ടി ഭരിക്കുന്ന സർക്കാരായാലും ശരി. അത്തരത്തിൽ സർക്കാരിൽ പ്രതീക്ഷ അർപ്പിച്ചിരിക്കുന്ന ജനങ്ങളുടെ ആത്മവിശ്വാസം തകർക്കുന്ന പ്രവൃത്തിയാണിത്. എല്ലാ സംഘടനകളും മുഴുവൻ ജനങ്ങളും ഒറ്റക്കെട്ടായി നിൽക്കേണ്ട സമയമാണിത്. രാഷ്ട്രീയമായി ഇതിനെയൊക്കെ ഉപയോഗിക്കാം. അതിനൊക്കെ ഒരു സമയമുണ്ട്. ഈ പ്രശ്നങ്ങളൊക്കെ ഒന്ന് ഒതുങ്ങട്ടെ. അത് കഴിഞ്ഞ് നമുക്ക് എല്ലാവർക്കും ഇതിനെക്കുറിച്ച് വിശദമായി പഠിക്കാം. 2018-ലെ ആണോ ഇന്നത്തെയാണോ നല്ല പ്രവർത്തനം എന്നൊക്കെ. നിലവിലെ സർക്കാരിന് വെറും മാസങ്ങളുടെ പ്രായം മാത്രമാണുള്ളത്. കുറ്റങ്ങളും കുറവുകളുമൊക്കെ ഉണ്ടാവാം. അതെന്തൊക്കെയാണെന്ന് ചൂണ്ടിക്കാട്ടി അവർക്ക് പൂർണ്ണ പിന്തുണ നൽകുകയാണ് വേണ്ടത്. ഒന്നിച്ച് നിന്ന് ഈ പ്രശ്നങ്ങളെയൊക്കെ അതിജീവിച്ച് രാജ്യത്തിന് തന്നെ മാതൃകയാവണം. മുഖ്യമന്ത്രി വിരുന്നിന് പോകുന്നതൊക്കെ എടുത്ത് കാണിച്ച് ജനങ്ങളെ ബാധിക്കുന്ന പ്രശ്നങ്ങളൊന്നും അദ്ദേഹം അറിയുന്നില്ല എന്ന രീതിയിൽ. ജനങ്ങൾ വെള്ളത്തിൽ മുങ്ങുമ്പോൾ അദ്ദേഹം നന്നായി ശാപ്പാടടിച്ച് ഉദ്ഘാടനമൊക്കെ ചെയ്ത് അടിച്ചു പൊളിച്ച് നടക്കുന്നു. മുഖ്യമന്ത്രി സർക്കാർ വാടകയ്ക്കെടുത്ത ഹെലികോപ്റ്ററിൽ കയറി സ്വന്തക്കാരെ കാണാൻ നടക്കുന്നു. ഈ രീതിയിലൊക്കെയാണ് വ്യാഖ്യാനങ്ങൾ പോകുന്നത്. ഈ മുഖ്യമന്ത്രി എന്നല്ല, ഏത് മുഖ്യമന്ത്രിയായാലും ഏത് സർക്കാരായാലും തന്റെ ജനങ്ങളോട് ഉത്തരവാദിത്തമൊക്കെ ഉണ്ട്. സർക്കാരുകളുടെ പ്രവർത്തനങ്ങൾ തമ്മിൽ ഏറ്റക്കുറച്ചിലൊക്കെ ഉണ്ടാവാം. അതൊക്കെ ചർച്ച ചെയ്യുകയും വേണം. പക്ഷെ അതിനൊക്കെ ഓരോ സമയവും സാഹചര്യവുമുണ്ട്. മുഖ്യമന്ത്രിയുടെ ഭാഗത്തു നിന്നും വീഴ്ചകൾ ഉണ്ടായി. ഈ പറഞ്ഞ സ്ഥലങ്ങളിലൊക്കെ പോകുമ്പോൾ വേണമെങ്കിൽ സന്ദർശിക്കാമായിരുന്ന കുറച്ച് ദുരിതബാധിത പ്രദേശങ്ങൾ ഉണ്ടായിരുന്നു. ഒരു സംസ്ഥാനത്തിന്റെ മുഖ്യമന്ത്രി എന്ന നിലയിൽ അത് ചെയ്യേണ്ടതായിരുന്നു, ചെയ്തില്ല. ഏറ്റെടുത്ത പരിപാടികളിലൊന്നും പങ്കെടുത്തതിലൊന്നും ഒരു തെറ്റുമില്ല. അതൊക്കെ ചെയ്യേണ്ട കാര്യങ്ങൾ തന്നെയാണ്. അതിനോടൊപ്പം ഈ പറഞ്ഞ പോലെ സന്ദർശിക്കാൻ കഴിയുമായിരുന്ന സ്ഥലങ്ങൾ സന്ദർശിച്ചിരുന്നെങ്കിൽ ഇത്രയും പരാതികളും വരില്ലായിരുന്നു. എന്നിരുന്നാലും സർക്കാർ സംവിധാനങ്ങളുടെ പ്രവർത്തനമൊക്കെ അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ നടക്കുന്നുണ്ട്. ഇനി എവിടെയെങ്കിലും എന്തെങ്കിലും പോരായ്മയുണ്ടെങ്കിൽ അതൊക്കെ തിരുത്തി മുമ്പോട്ട് പോകേണ്ടത് നമ്മുടെ എല്ലാവരുടെയും ആവശ്യമാണ്. രാഷ്ട്രീയ ഭേദമന്യേ ഇത്തരം സന്ദർഭങ്ങളിൽ ഒന്നിച്ചു നിൽക്കേണ്ടത് വളരെ അത്യാവശ്യമാണ്. രക്ഷാപ്രവർത്തനങ്ങൾ നടത്തുന്ന കാര്യത്തിലായാലും ഭക്ഷണം എത്തിക്കുന്ന കാര്യത്തിലായാലും ഇനിയിപ്പോൾ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് പണം നിക്ഷേപിക്കേണ്ട സാഹചര്യം വന്നാൽ നമ്മളാൽ കഴിയുന്ന ഒരു തുക അതിൽ നിക്ഷേപിക്കാനും നമ്മൾ ബാധ്യസ്ഥരാണ്. ഇതെല്ലാം നമ്മുടെ കടമയാണ്. ഇത്തരം സാഹചര്യങ്ങളിൽ ഒന്നിച്ച് നിന്നാൽ മാത്രമേ നമുക്ക് നല്ല രീതിയിൽ മുമ്പോട്ട് പോകാൻ സാധിക്കൂ. രാഷ്ട്രീയമൊക്കെ വേണം. രാഷ്ട്രീയ ചർച്ചകളും വേണം, വിലയിരുത്തലുകളും വേണം. രാഷ്ട്രീയമായാലും അധികാരമായാലും അതെല്ലാം ഒരു ഘടകത്തെ ആശ്രയിച്ചാണ് ഇരിക്കുന്നത്. അതാണ് പൊതുജനം. ആ പൊതുജനത്തിനൊരു ആവശ്യം വരുമ്പോൾ ആ ആവശ്യത്തിനൊപ്പമാണ് നിൽക്കേണ്ടത്. അങ്ങനെ കൂടെ നിൽക്കുന്നവരെ ജനങ്ങൾ ഒരിക്കലും കൈവിടില്ല. അവർക്ക് നൽകേണ്ട പിന്തുണ നൽകേണ്ട സമയത്ത് അവർ തരും. അത് ഭരണപക്ഷത്തിരുന്നാലും പ്രതിപക്ഷത്തിരുന്നാലും കിട്ടും. അല്ലാതെ സാഹചര്യം നോക്കാതെ കാല് വാരുന്നവർക്ക് ഭാവിയിൽ പ്രതിപക്ഷത്ത് പോലും സ്ഥാനമുണ്ടായില്ല എന്ന് വരും.